ഹലോ! ഇന്നിട്ടൊരു ഈവനിംഗ് ആണേ കാണിക്കുന്നത്. ഇപ്പൊ കാണുന്ന ഈ സൺലൈറ്റ് കാര്യമാക്കണ്ട കേട്ടോ. ഇവിടെ നല്ല തണുപ്പാ. വൈകുന്നേരം ആയപ്പം ഞാൻ നേരെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ജനലിനടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നു. മരങ്ങളുടെ ഇടയിലൂടെ സൂര്യൻ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി അധികം തണുപ്പാവുന്നതിന് മുന്നേ ഒന്ന് കുളിച്ചിട്ട് വരാം. തലയിൽ തേക്കാൻ ഓയിൽ എടുത്തപ്പോൾ അത് കയ്യിലേക്ക് വരണില്ല. നല്ല ഫ്രീസ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കുറച്ച് ഓയിൽ കയ്യിലേക്ക് എടുത്തു. ആദ്യമൊക്കെ ഞാനിതിനെ ഒരു പാത്രത്തിലോട്ടിട്ട് ചൂടാക്കിയായിരുന്നു ഇതിനെ മെൽറ്റ് ചെയ്തിരുന്നത്. ശരിക്കും അത്രയൊന്നും മെനക്കെടണ്ട. നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടും. എനിക്ക് പണ്ട് തൊട്ടേ ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു 9th സ്റ്റാൻഡേർഡൊക്കെ എത്തിയപ്പോഴാണ് മുടി നീട്ടി വളർത്താൻ തുടങ്ങിയത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 2 ഇയേഴ്സ് മുന്നേ ഞാൻ എൻ്റെ മുടി ഒന്ന് ഷോർട്ടാക്കി. ആ മുടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ കംപ്ലീറ്റ് അല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഈ ഭൂമിക വേദിക്സിൻ്റെ ഓയിൽ തേക്കാൻ തുടങ്ങിയത്. ശരിക്കും അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പിന്നെയും ചെറുതായിട്ട് മുടി ഒഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റൊക്കെ മാറിയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു തിരുക്കുടുംബത്തിൻ്റെ രൂപമാണേ. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാ. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പള്ളികളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത്. പണ്ട് തൊട്ടേ ഈ തിരുക്കുടുംബത്തിൻ്റെ രൂപമോ ഫോട്ടോയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെയുള്ളൊരു ഫീല് തോന്നാറുണ്ട്. ഈ ഫോട്ടോ പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ തൊട്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണേ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന്. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ വളരെ കുറച്ച് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ദേ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർക്കാമേ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി അതേ പാനിലോട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. അതവിടെ നിന്ന് കുക്കാവട്ടെ. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഫ്രൈ ചെയ്യുമ്പോഴേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്താലും മതി. ഇനി ഇതെല്ലാം കൂടെ കുക്കായി വന്ന വെജിറ്റബിൾസിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ വയ്ക്കാം. ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതിന് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിനെ ചപ്പാത്തിയിൽ റോളാക്കിയിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന റൈറ്റാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ഈവനിങ്. അപ്പോൾ ബായ്. വീഡിയോ ഇഷ്ടമാവണേൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.